പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പെൻഷൻ പ്രായം കൂട്ടാൻ സർക്കാർ. പ്രതിഷേധം മറികടക്കാൻ പൊതു ഉത്തരവിറക്കാതെ നീക്കം. ഓരോ സ്ഥാപനങ്ങളെയും പ്രത്യേകം പരിഗണിച്ച് തീരുമാനമെടുക്കുകയെന്നത് തന്ത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ വിരമിക്കൽ പ്രായം 58 നിന്ന് 60 നീക്കമുണ്ടായെങ്കിലും എതിർപ്പുണ്ടായതിനെ തുടർന്ന് ഓരോ സ്ഥാപനത്തിനും പ്രത്യേകം ഉത്തരവിറക്കിയാൽ മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിലെ വിരമിക്കൽ പ്രായം ഉയർത്താനാണ് ഏറ്റവും ഒടുവിലത്തെ മന്ത്രിസഭാ തീരുമാനം. ഈ സർക്കാരിന്റെ കാലയളവിൽ വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കുന്ന 6ാം പൊതുമേഖലാ സ്ഥാപനമാണിത്. കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, നോർക്ക റൂട്ട്സ്, കേരള ഫീഡ്സ്, IHRD, ആയുഷ് എന്നിവയാണ് ഇതിനകം വിരമിക്കൽ പ്രായം കൂട്ടിയ മറ്റു സ്ഥാപനങ്ങൾ. സംസ്ഥാനത്ത് 150 പൊതുമേഖലാ സ്ഥാപനങ്ങളാണുള്ളത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 60 വിരമിക്കൽ പ്രായം. പൊതു ഉത്തരവിറക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധമുയർന്നപ്പോൾ പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഈ സമിതിയുടെ റിപ്പോർട്ട് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് KLD ഉൾപ്പെടെ ഓരോ ബോർഡുകളുടെയും വിരമിക്കൽ പ്രായം വെവ്വേറെ കൂട്ടാൻ തീരുമാനിച്ചതെന്നാണ് സർക്കാർ വിശദീകരണം.